ഹായ് ഓൾ, തുരുമ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ബൈക്ക് മേടിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ആക്സസറീസ് കാര്യങ്ങളൊക്കെ മേടിക്കാൻ വളരെ ആഗ്രഹമുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും, നല്ലൊരു ഓഫർ സെയിൽ വരുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഞാനും അതേപോലെ വെയിറ്റ് ചെയ്തിരുന്നു. ഒരു ഓഫർ സെയിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബാൻഡോസ് ആയിരുന്നു ആ ഒരു ഓഫർ സെയിൽ കൊണ്ടുവന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രൈസ് റേഞ്ചിലായിരുന്നു സാധനങ്ങളെല്ലാം വിറ്റുപോയിരുന്നത്. അതിൻ്റെ റേഞ്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒരു 6000-7000 രൂപയുടെ ഹെൽമെറ്റൊക്കെ 1200-1300 രൂപയ്ക്കൊക്കെയാണ് പ്രൈസ് വെച്ചിരുന്നത്. സോ ആ ഒരു ലെവലിലുള്ള ഒരു ഓഫർ സെയിലായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് മാർക്കറ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാർ അപ്രോച്ച് ചെയ്ത് പർച്ചേസ് ചെയ്ത ഒരു ഈവൻ്റായിരുന്നു, ഒരു സെയിലായിരുന്നു. അപ്പോൾ ഞാൻ പലതവണ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ബാൻഡോസിൻ്റെ സർവീസിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും സെയിം ഒപ്പീനിയൻ ആണോ എന്നുള്ളതും, അതേപോലെ ഞാൻ എന്തൊക്കെ ആക്സസറീസ് മേടിച്ചു അതിൻ്റെ അൺബോക്സിങ്ങുമാണ് ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സർവീസ് എക്സ്പീരിയൻസ് ലാസ്റ്റ് സെഗ്മെൻറ്റിൽ ഞാൻ പറയുന്നതായിരിക്കും. സോ ആദ്യം നമ്മൾ അൺബോക്സിങ് വീഡിയോയിലോട്ട് പോകും. എന്തൊക്കെ സാധനങ്ങളാണ് മേടിച്ചതെന്ന് ഞാൻ ആദ്യം പറയാം. ഒബ്വിയസ്ലി ഈ വണ്ടിക്ക് സെൻറ്റർ സ്റ്റാൻഡ് ഇല്ല. അപ്പോഴത്തേക്ക് മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൻറ്റർ സ്റ്റാൻഡ് ഇല്ലാത്ത വണ്ടികൾക്ക് ചെയിൻ ലൂബ് അല്ലെങ്കിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര പണിയെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഭയങ്കരമായിട്ട് ടൈം കൺസ്യൂമിങ് ആണ്. ഇപ്പോൾ നോർമലി ഒരു സെൻറ്റർ സ്റ്റാൻഡുള്ള വണ്ടി, എൻ്റെ FC ആണെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്ത് സെറ്റാക്കി എടുക്കാൻ പറ്റും. പക്ഷേ ഈ വണ്ടിയിൽ ഏകദേശം 1.5-3 മണിക്കൂർ ഞാനിതിൻ്റെ പിറകിരിക്കണം. നീക്കി ഒരു സ്ഥലത്ത് കൊണ്ടുവരണം, ഫുൾ ഒരു സൈഡ് ലൂബ് ചെയ്യണം, അടുത്ത സൈഡിലോട്ട് കൊണ്ടുപോകണം, അങ്ങനെ ആയിരിക്കുന്നത്. അപ്പോൾ ഒരു പെഡോക്ക് സ്റ്റാൻഡ് മസ്റ്റായിട്ടുള്ളൊരു റിക്വയർമെൻ്റ് ആയിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കംപ്ലീറ്റ് വണ്ടി എടുത്തപ്പോൾ തൊട്ട് കംപ്ലീറ്റ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തത് ബൈക്കിൻ്റെ ആക്സസറീസ് മേടിക്കാനായിരുന്നു. അപ്പോൾ റൈഡിങ് ആക്സസറീസ് സത്യം പറഞ്ഞാൽ ഒന്നും മേടിച്ചിട്ടില്ലായിരുന്നു. ജാക്കറ്റും ഗ്ലൗസും ഗ്ലൗസ് എൻ്റെ ഉണ്ട്, ബട്ട് എന്നാലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഗ്ലൗസും കാര്യങ്ങളും ഒക്കെ പ്ലാൻ ഉണ്ട്. പക്ഷേ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഒരു ജാക്കറ്റ് മേടിക്കണമെന്ന് മെയിനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഹെൽമെറ്റ്. എൻ്റെ ഹെൽമെറ്റിൻ്റെ അവസ്ഥ ഏകദേശം പരിതാപകരമാണ്. അതിൻ്റെ വൈസറൊക്കെ ഇളകി അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. സോ പുതിയൊരു ഹെൽമെറ്റും കൂടെ മേടിക്കണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് മുടി. ഒബ്വിയസ്ലി നമ്മൾ വണ്ടി ഹെൽമെറ്റ് എടുത്ത് വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഫ്രണ്ടിൽ വന്നിരിക്കും. പിന്നെ കാറ്റടിക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ്. സോ നമ്മൾ ഫുൾ ഫേസ് മാസ്ക് ഉണ്ടല്ലോ, അതും കൂടെ പ്ലാൻ ഉണ്ടായിരുന്നു. ഇത്രയും ഐറ്റംസാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മേടിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇതിൽ ഹെൽമെറ്റിൻ്റെയൊക്കെ കാര്യം ഞാൻ ലാസ്റ്റ് സെഗ്മെൻറ്റിൽ പറയുന്നതായിരിക്കും. സോ നമുക്ക് നമ്മുടെ അൺബോക്സിങ് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ബാൻഡോസിൽ നമ്മൾ ഇതേപോലത്തെ ഓൺലൈനായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ സാധനങ്ങൾ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് അൺബോക്സിങ് വീഡിയോ മസ്റ്റാണ്. അൺബോക്സിങ് വീഡിയോ ഉണ്ട്, അതിൽ എന്തെങ്കിലും ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഇതുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ, പുതിയൊരു പ്രോഡക്റ്റിന് അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റിന് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. സോ ആദ്യമേ പറയാനുള്ളത് നമ്മുടെ പെഡോക്ക് സ്റ്റാൻഡ്. ഇത് തന്നെ ബൂം, ഈ ഒരു അവസ്ഥയിലാണ് എനിക്ക് പെഡോക്ക് സ്റ്റാൻഡ് കിട്ടിയത്. എൻ്റെ അമ്മേ, ഇത് വലിച്ചിളക്കാൻ നല്ല പാടാണ് ഗൈസ്, നല്ല പാടാണ്. ടടാ, അപ്പോൾ നമ്മൾ നമ്മുടെ പെഡോക്ക് സ്റ്റാൻഡ് കിട്ടിയിട്ടുണ്ട്, സെറ്റാണ്. ഇതിൽ ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോർഷൻ കാണാമോ എന്നറിയത്തില്ല, നോക്കിക്കേ, ഈ പോർഷനിൽ കണ്ടോ. ഇതെനിക്ക് തോന്നുന്നു ഇങ്ങനെ വെച്ച് അവർ കൊണ്ടുവരുന്ന സമയത്ത് ഇങ്ങനെ വെക്കുമല്ലോ, ഇങ്ങനെ വെച്ച് അത് പെയിൻറ്റ് പോയതാണെന്ന് തോന്നുന്നു. അതേപോലെ ഇവിടെയും ചെറുതായിട്ട് പെയിൻറ്റ് പോയ ഇഷ്യൂസുണ്ട് സൈഡിലായിട്ട്. സോ അത് മാത്രമേ ഉള്ളൂ ഇതിലിപ്പോൾ ഇഷ്യൂ എന്ന് എടുത്ത് പറയാനായിട്ട്, അത് മാത്രമേ ഉള്ളൂ. സാധനം കിട്ടി, അമ്മേ, സെറ്റ്. ഇനി ചെയിൻ ലൂബൊക്കെ എളുപ്പം ചെയ്യാവുന്നതാണ്. സോ ഇത് സൈഡിലോട്ട് പോട്ടെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഐറ്റം പെഡോക്ക് സ്റ്റാൻഡ് ഇതായിരിക്കുന്നു. ഇനി സെക്കൻഡ് ഐറ്റംസ് ജാക്കറ്റും ഫേസ് മാസ്കൊക്കെ. ഓക്കെ, അപ്പോൾ അതിലോട്ടാണ് പോകുന്നത്. ഇതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ, ഡീറ്റെയിൽസ് പറയാനുണ്ട്, അത് ഞാൻ ലാസ്റ്റ് സെഗ്മെൻറ്റിൽ പറയാം. ഓക്കെ, സോ യെസ്, മൈ ഫസ്റ്റ് റൈഡിങ് ജാക്കറ്റ്. ഓക്കെ, സോറി ഗൈസ്, പോക്കറ്റ് നൈഫും കാര്യങ്ങളൊന്നുമില്ല, പിച്ചാത്തേ ഉള്ളൂ. ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക.
എല്ലാവരും. മുറിയാത്ത കത്തി കേട്ടോ, അത്ര ബുദ്ധി ഞാൻ കാണിച്ചിട്ടുണ്ട്. എൻ്റെ മോനെ, ഇതാണ് ഗൈസ് ഞാൻ മേടിച്ച പുതിയ ജാക്കറ്റ്. ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3000 രൂപയാണ്. 2999 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഞാനിപ്പോൾ ജാക്കറ്റ് എടുത്ത് കാണിച്ചു തരാം. അതിന് മുന്നേ വേറെ ഐറ്റംസും കൂടെ നോക്കാം. വേറെ എന്തായിരുന്നു? ഇവിടെ ഇത് ഫുൾ ഫേസ് മാസ്ക്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. മുടിയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഏറ്റവും ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. യെസ്, ഇതാ ഐറ്റം. ഓക്കെ, ഇതിട്ട് കാണിക്കുന്നെങ്കിൽ യെസ്, ഇങ്ങനെ വരും. ശരിയല്ലേ? യെസ്, അത്യാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള കേട്ടോ. ബാലക്ലാവയുടെ മോട്ടോ മാസ്ക്. ബില്ലാണ് ഗൈസ്, ബില്ല് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓഫർ സെയിലിൻ്റെ. ഇത് 3000 രൂപ ജാക്കറ്റ്, അതുപോലെ 300 രൂപ ബാലക്ലാവയുടെ മോട്ടോ മാസ്ക്, പിന്നെ അതുപോലെ പഡോക്ക് സ്റ്റാൻഡ് 1100 രൂപയ്ക്കാണ് പഡോക്ക് സ്റ്റാൻഡ് മേടിച്ചത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റംസ്. 3 ഐറ്റംസ് ആണുള്ളത്. ഇനി ജാക്കറ്റ് ആകട്ടെ. അയ്യോ, എൻ്റെ സൈസ്, എൻ്റെ അമ്മേ, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടല്ലോ. ഫസ്റ്റ് ടൈമാണ് ഗൈസ് ജാക്കറ്റ് ട്രൈ ചെയ്യുന്നത്. എന്താ മോനെ, ജാക്കറ്റ് ഇട്ടപ്പോഴത്തേക്കൊരു പ്രത്യേക ഫീൽ. ഇനി ഒരു അടിപൊളി ഗ്ലൗസും കൂടെ കിട്ടിയ സെറ്റ്. റൈഡിങ് ജാക്കറ്റും വേണം, റൈഡിങ് പാൻറ്റും വേണം. എന്നെ ഫുള്ളായിട്ട് കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ ക്യാമറയിൽ. ഞാൻ അങ്ങനെയാണ് ഫ്രെയിം സെറ്റ് ചെയ്തേക്കുന്നത്. സ്റ്റഡി ക്യാമാണ്, സോറി ഗൈസ്. അപ്പോൾ പിന്നെ അടുത്ത റൈഡ് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ ഇരിക്കും. നമ്മൾ അൺബോക്സിങ് വീഡിയോ കണ്ടിട്ടുണ്ട്, പുതുതായിട്ട് മേടിച്ച ആക്സസറീസും കാര്യങ്ങളെല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വളരെ എക്സൈറ്റഡ് ആണ് ഞാൻ, വളരെ സന്തോഷമുണ്ട് ആ ഒരു കാര്യത്തിലൊക്കെ. പക്ഷേ എനിക്ക് ഇത്തവണ ഉണ്ടായ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. ബിക്കോസ് എൻ്റെ പ്രീവിയസ് വീഡിയോസിൽ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ബാൻഡിഡോസ് അടിപൊളി സർവീസാണ്, നൈസായിട്ട് എനിക്ക് എൻ്റെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഓസം എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അതിൽ നിന്ന് ചെറുതായിട്ട് വ്യത്യാസമുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്കുണ്ടായത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സെയിലിനെ കുറിച്ച് ഞാൻ പറയാം. ഫ്രീഡം ബ്ലാസ്റ്റ് സെയിൽ എന്നും പറഞ്ഞ് ബാൻഡിഡോസ് ഒരുപാട് മാർക്കറ്റ് ചെയ്തൊരു സെയിലാണ് ഈ ഇപ്പോൾ നടന്നത്. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രം ഉള്ളതാണ്, അപ്പോൾ എനിക്ക് കൂടുതലും ഓൺലൈനായിരിക്കും അത് കംഫർട്ടബിൾ. ബിക്കോസ് തൃശ്ശൂർ വരെ പോയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്, അറിയാലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓൺലൈൻ വാട്സപ്പ് വഴിയാണ് ഇവരെ കോൺടാക്ട് ചെയ്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിൽ തുടങ്ങുന്നതിന് 2 ദിവസം മുന്നെയാണ് ഞാൻ കോൺടാക്ട് ചെയ്തത്. സാധനങ്ങളുടെ അവൈലബിലിറ്റിയും എസ്റ്റിമേറ്റഡ് പ്രൈസും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ വാട്സപ്പ് നമ്പറിൽ ഞാൻ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പ്രയോറിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പഡോക്ക് സ്റ്റാൻഡ് വേണമായിരുന്നു. ബിക്കോസ് വണ്ടിയിൽ സെൻറ്റർ സ്റ്റാൻഡ് ഇല്ല. സോ ചെയിൻ ലൂബിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഭയങ്കര ഹെക്ടിക് ആയിട്ടുള്ളൊരു ജോബാണ്. അത് സെൻറ്റർ സ്റ്റാൻഡ് ഇല്ലാത്ത വണ്ടികൾ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി പഡോക്ക് സ്റ്റാൻഡ് ആയിരുന്നു. കളർ മാറ്റർ ചെയ്യുന്നില്ലായിരുന്നു, പക്ഷേ റെഡ് കളർ ആയതുകൊണ്ട് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ് കളർ പഡോക്ക് സ്റ്റാൻഡ് തന്നെ എടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ എൻക്വയറി നടത്തിയത്. അപ്പോൾ 1100 രൂപയാവുമെന്ന് പറഞ്ഞു. റെഡ് കളർ അവൈലബിൾ ആണെന്ന് പറഞ്ഞു.
അപ്പോൾ ഞാനത് ഓക്കെ എല്ലാം സെറ്റ്. അപ്പോൾ എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ് പേയ്മെൻറ്റ് ഇപ്പോൾ ചെയ്യണോ, ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഓക്കെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് തരാം എന്ന് പറഞ്ഞ് ഓക്കെ പറഞ്ഞ് പോയി. അതിനുശേഷം സെയിൽ സ്റ്റാർട്ട് ചെയ്യാണ്. സെയിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഹെൽമെറ്റിൻ്റെയൊക്കെ ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹെൽമെറ്റും ഗോഗിൾസും അതുപോലെ റൈഡിങ് ജാക്കറ്റൊന്നും ഇല്ല എനിക്ക്, ഇതുവരെയ്ക്കും ഞാൻ യൂസ് ചെയ്യാത്തൊരു സംഭവമാണ്. അപ്പോൾ റൈഡിങ് ജാക്കറ്റും അതുപോലെ വേറെ എന്തെങ്കിലും ആക്സസറീസ് ഉണ്ടെങ്കിൽ അതും മേടിക്കാം എന്നുള്ള രീതിയിൽ ബാക്കി എൻക്വയറീസ് നടത്തി. അപ്പോൾ ഞാൻ ഹെൽമെറ്റിൻ്റെ എൻക്വയറി നടത്തി. അപ്പോൾ ഹെൽമെറ്റ് ആക്സോറിൻ്റെ എക്സ്ക്രോസ് X2 എന്ന് പറയുന്ന മോഡൽ ആണ് ഞാൻ നോക്കിയത്. അപ്പോൾ അതിൻ്റെ അവിടെ അവർ സ്റ്റോക്ക് ഉള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെൽമെറ്റിൻ്റെ സൈസ് ചോദിച്ചു. അപ്പോൾ എനിക്ക് സൈസ് പ്രോപ്പറായിട്ട് ആ സമയത്ത് അറിയത്തില്ലായിരുന്നു. ഞാൻ മെഷർ ചെയ്തിട്ട് ആ സൈസ് അയച്ചു കൊടുത്തു. അപ്പോൾ ഇതൊക്കെ നടക്കുകയാണ്, പ്രോസസ്സ് നടക്കുകയാണ്. അപ്പോൾ എനിക്ക് അതിന് മാച്ചിങ് ആയിട്ടുള്ള ഗോഗിൾസ് ഇതേ ഹെൽമെറ്റ് വെച്ചിട്ട് തന്നെ ഗോഗിൾസ് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് ഇത്രയും നടന്നത് രണ്ടാമത്തെ ദിവസമാണ്. അതായത് ഈ ഹെൽമെറ്റും അത് ഗോഗിൾസും സെലക്ട് ചെയ്ത് രണ്ടാമത്തെ ദിവസം എൻഡിൽ ഞാൻ ചോദിക്കുന്നുണ്ട് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്. കാര്യം പെഡോക്സ് സ്റ്റാൻഡ് ഇത് പെട്ടെന്ന് സെയിലായി പോകുമെന്ന് എനിക്കറിയാം. അപ്പോൾ കാര്യം അവിടെ അങ്ങനെയാണ്, നേരത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് അത് ഉറപ്പിക്കാം, പെഡോക്സ് സ്റ്റാൻഡ് ഉറപ്പിക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ചോദിച്ചത്. അപ്പോൾ അയക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അടുത്ത ദിവസം വന്നപ്പോഴത്തേക്ക് ജാക്കറ്റ് ഇതേപോലെ നോക്കി, ജാക്കറ്റിൻ്റെ സൈസ് പറഞ്ഞു കൊടുത്തു, ജാക്കറ്റ് പർച്ചേസ് ചെയ്ത് നോക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുൾ ഫേസ് മാസ്ക്, ബലാക്ലാവയുടെ ഫുൾ ഫേസ് മാസ്കും കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഞാൻ നോക്കിയത്. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഫൈനൽ ചോദിക്കുമല്ലോ സാധനങ്ങളെല്ലാം, ഇവർ കൺഫർമേഷന് ചോദിച്ച സമയത്ത് ഞാൻ സെലക്ട് ചെയ്ത ഹെൽമെറ്റ് ആ സൈസിൽ ഇല്ല എന്ന് പറയുന്നു. അതായത് ഞാൻ ആ ഹെൽമെറ്റ് ഒരു ദിവസം സെലക്ട് ചെയ്തു, അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ഗോഗിൾസും കാര്യങ്ങളും എല്ലാം സെലക്ട് ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ജാക്കറ്റ് സെലക്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ആ ഒരു ഹെൽമെറ്റിൻ്റെ സൈസ് അവിടെ അവൈലബിൾ അല്ല എന്ന്. അപ്പോൾ ഒരു പ്ലെയിൻ ഹെൽമെറ്റ്, ബ്ലാക്ക് ഹെൽമെറ്റ് എനിക്ക് അയച്ചു തന്നിട്ട് ഇതേ ഉള്ളൂ ലാർജ് ഇതിലുള്ളത്, സെയിം മോഡൽ തന്നെ കേട്ടോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ സെലക്ട് ചെയ്ത കുറച്ച് ഡിസൈനൊക്കെ ഉള്ളതായിരുന്നു, എനിക്ക് അതായിരുന്നു ഇഷ്ടം. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഞാനത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഓഫ്ലൈൻ നമ്മൾ നേരിട്ട് പോയിട്ട് മേടിക്കുന്നത് ടോപ്പ് നോച്ചാണ്. നമുക്ക് നേരിട്ട് കണ്ട് അവരുടെ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിഹേവിയറും കാര്യങ്ങളും എല്ലാം ഭയങ്കര അടിപൊളിയാണ്, ഞാൻ ഓൾറെഡി അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഓൺലൈൻ കസ്റ്റമേഴ്സിൻ്റെ കേസിൽ വരുമ്പോൾ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ്റെ കേസ് നമ്മൾ സംസാരിക്കുമ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ട്. ബിക്കോസ് ഓൾറെഡി നമുക്കറിയാം ഇത്രയും ഇപ്പോൾ ഒരു ഞാൻ പർച്ചേസ് ചെയ്ത ഹെൽമെറ്റ് 6000 രൂപയുടെ ഹെൽമെറ്റാണ് നോർമൽ പ്രൈസ് വരുന്നത്. അത് 1200 രൂപയ്ക്കാണ് അവർ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി എന്നെപ്പോലുള്ള ആൾക്കാർ എനിക്കെന്തായാലും പേഴ്സണലി അത് മേടിക്കാം എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ ഒബ്വിയസ്ലി ഇതേപോലത്തെ ഒരുപാട് ആൾക്കാർ അവിടെ വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത് ഒരു വലിയ സെയിലാണെന്ന് അവർക്ക് നേരത്തെ തന്നെ ഇതിൻ്റെ പ്രൈസിങ് വെക്കുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റിക്വയർമെൻറ്റ് വെക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമുക്കത് അറിയേണ്ട ആവശ്യമുണ്ടോ? ആസ് എ കസ്റ്റമർ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സാധനം കറക്റ്റായിട്ട് ഓൺലൈനായിട്ടാണെങ്കിലും ഓഫ്ലൈനായിട്ടാണെങ്കിലും കറക്റ്റ് സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റണം എന്നുള്ള സംഭവമാണ് എനിക്കുള്ളത്. അപ്പോൾ അതിൽ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആണെന്ന് പറയേണ്ടി വരും. ബിക്കോസ് ഇനി ഞാൻ അവരുടെ സൈഡ് പറയാം, എനിക്ക് ഫുൾ ഇൻസിഡൻറ്റ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഹെൽമെറ്റ് കിട്ടാതിരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആയി. ഞാൻ ബാക്കി സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാനായിട്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ അതിന് ശേഷം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കാണുന്നത് ഭയങ്കരമായിട്ട് സാഡായിരുന്നു. ആ സമയത്ത് ഞാൻ കാണുന്നത് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ മുർഷിദ് ബാൻഡിഡോസ് പുള്ളിക്കാരൻ്റെ വീഡിയോ ആണ്. അതായത് സെയിൽ കഴിഞ്ഞു, എല്ലാവരും സാറ്റിസ്ഫൈഡ് അല്ലേ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ കംപ്ലീറ്റ് എൻ്റെ റിലേ പോയി. ഞാൻ നേരെ ആ വീഡിയോയിൽ കയറിയിട്ട് കമൻറ്റ് ഇട്ടു, ഡിസപ്പോയിൻറ്റഡ് എന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ടു. അപ്പോൾ ഇവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ടീം എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ റീസൺ എന്നുള്ള രീതിയിൽ കമൻറ്റ് ഇട്ടു. ഞാനതിന് പറഞ്ഞു, എൻ്റെ റീസൺ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞു, എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. അപ്പോൾ ഞാനത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിട്ടു കേട്ടോ. ഇത് രാവിലെ നടക്കുന്ന സംഭവമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ പോയി എന്നുള്ള രീതിയിലായി. അതൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം ആയപ്പോൾ എനിക്കൊരു കോൾ വന്നു ബാൻഡിഡോസിൻ്റെ ഈ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ടീമിൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് കോൾ വന്നു. എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ കമൻറ്റ് ചെയ്തത് വെച്ചിട്ട് എൻ്റെ പ്രൊഫൈൽ ആക്സസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രൊഫൈലിൽ ഞാൻ നേരത്തെ ഇവരുമായിട്ട് ചാറ്റ് ചെയ്തതും അതുവഴി എൻ്റെ നമ്പറും ഞാൻ നടത്തിയിട്ടുള്ള വാട്സപ്പ് വഴി ചാറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഫുൾ അനലൈസ് ചെയ്ത് ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവർ നോക്കി ഒബ്സർവ് ചെയ്ത് കംപ്ലീറ്റ് കാര്യവും മനസ്സിലാക്കിയതിന് ശേഷം ഈവൻ ചാറ്റും ഫുള്ള് നോക്കി അതും ചെയ്തതിന് ശേഷം എന്നെ കോൾ ചെയ്യാണ് അവർ.
കോൾ ചെയ്തിട്ട് എൻ്റെ പ്രശ്നം എന്താണെന്ന് നേരിട്ട് അറിയാനായിട്ട് അവർ ചോദിച്ചു. അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ അതിൽ അവരുടെ സൈഡ് അവർ പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിക്കോസ് അവർ ഈ വാട്സപ്പ് വഴി ഇവരെ നമ്മളെ ഹാൻഡിൽ ചെയ്യുന്ന സോഷ്യൽ മീഡിയ ടീമാണ്. അപ്പോൾ അവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വേറൊരു സെപ്പറേറ്റ് സെഗ്മെൻറ്റിലാണ് ഈ ഷോപ്പിലുള്ളത്. അപ്പോൾ സെയിൽ നടക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ അവിടെ വരും. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്നൊരു മെസ്സേജ് വരുമ്പോൾ ഇവർ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് നേരെ മുകളിലോട്ട് വരും, ഷോപ്പിലോട്ട് വരും. ഷോപ്പിൽ വന്നിട്ട് ഇപ്പോൾ ഞാൻ ഹെൽമെറ്റിനെ കുറിച്ച് എൻക്വയറി നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഹെൽമെറ്റിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തരും. അപ്പോൾ ഓർമ്മിക്കുക, അവിടെ സെയിൽ നടക്കുകയാണ്, ഇത്രയും ആൾക്കാർ വന്ന് അവിടെ നടക്കുകയാണ്, സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫോട്ടോ കാണിക്കുന്ന സാധനം ഞാൻ ഇഷ്ടപ്പെട്ട് ഞാൻ അവിടെ അടുത്ത് പറഞ്ഞ് അവർ അതിന് റെസ്പോണ്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ സാധനം പോയിട്ടുണ്ടാവും, ആൾക്കാർ മേടിച്ചിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് സിറ്റുവേഷൻ. പിന്നെ അതേപോലെ ഇഷ്യൂസ് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞ പ്രശ്നം ജെന്യൂൻ ആണെന്ന് അവർക്ക് മനസ്സിലായി. ബിക്കോസ് ഞാൻ എൻ്റെ സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആയിരുന്നു. ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ചോദിക്കുമായിരുന്നു. അപ്പോൾ അവർ പറയുന്ന ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി നേരത്തെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് തന്നെ ചെയ്താൽ പോരെ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അത് പറയാനുള്ളൊരു മര്യാദ വേണ്ടേ, ജസ്റ്റ് ഒന്ന് പറയുക, സർ നേരത്തെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതിലോട്ടങ്ങ് ചെയ്തിരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഞാൻ പേയ്മെൻറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയക്കും, പിന്നെ പ്രോഡക്റ്റ് തരാമെന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണല്ലോ. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ചോദിച്ചു, അങ്ങനെ നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ഡെഫിനറ്റ്ലി അവരുടെ സൈഡിലുള്ള മിസ്റ്റേക്കാണ്. പിന്നെ ഞാൻ പർച്ചേസ് ചെയ്ത റെഡ് പെഡോക്സ് സ്റ്റാൻഡ് എനിക്ക് കിട്ടിയില്ല, പകരം ബ്ലാക്ക് കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. അതിലും ഞാൻ ഡിസപ്പോയിൻറ്റഡ് എന്ന് പറയാം. പക്ഷേ അത് ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ബിക്കോസ് നമ്മൾ വീട്ടിലിരുന്ന് സ്റ്റാൻഡ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്കത് അങ്ങനെ ഷോ പീസായിട്ട് വെക്കാനായിട്ടുള്ള താല്പര്യമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നല്ല രസം ഉണ്ടാവുമല്ലോ, റെഡും ഒക്കെ മാച്ചിങ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു അത് ഓർഡർ ചെയ്തത്. ബട്ട് ഹെൽമെറ്റിൻ്റെ കേസിൽ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. അപ്പോൾ അവരെനിക്ക് പറഞ്ഞൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അവർക്ക് സ്റ്റോക്ക് വരുന്ന സമയത്ത് ഇതേ എമൗണ്ടിൽ, അതായത് ഞാൻ പർച്ചേസ് ചെയ്ത അതേ എമൗണ്ടിൽ തന്നെ എനിക്ക് ഈ ഹെൽമെറ്റ് അവൈലബിൾ ആക്കി തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം നടക്കുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ എൻ്റെ സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇതുവരെയ്ക്കും അതിന് ഞാൻ ചോദിച്ച സമയത്ത് ഇനി അവർ റെസ്പോണ്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ അത് എത്രത്തോളം ഇതാവുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ ഇതായിരുന്നു എൻ്റെ ഹോൾ എക്സ്പീരിയൻസ്. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു 2 കാര്യം പറയാം. ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഞാനൊരു കമൻറ്റ് ഇട്ടതിന് ശേഷം അതിന് റെസ്പോണ്ട് ചെയ്തല്ലോ, അതായത് എന്നെ കോൾ ബാക്ക് ചെയ്ത് എന്താണ് എൻ്റെ പ്രശ്നമെന്ന് അറിയാനായിട്ട് അവർ ശ്രമിച്ചല്ലോ. അപ്പോൾ അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യും. ബിക്കോസ് ഇത്രയും ആൾക്കാർ കമൻറ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റിൽ അവർ ആ നെഗറ്റീവ് കമൻറ്റ്സ് എടുത്തിട്ട് അതിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അത് ജെന്യൂൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ളൊരു മര്യാദ കാണിക്കുന്നുണ്ട്, വിച്ച് ഇസ് എ ഗ്രേറ്റ് തിങ്. ഓക്കെ, സോ അതിനെ ഞാൻ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി മൈനസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഓൺലൈൻ വഴി വാട്സപ്പ് വഴിയൊക്കെ എല്ലാവർക്കും അവിടെ ചെന്ന് പർച്ചേസ് ചെയ്യുന്നത് പോസിബിൾ അല്ല. പിന്നെ അവരുടെ സൈറ്റിലാണെന്നുണ്ടെങ്കിലും ഈ ഷോപ്പിൽ നടക്കുന്ന സെയിലിന് അത്രയും ഓഫേഴ്സും കാര്യങ്ങളും ഉള്ള ഹെൽമെറ്റിൻ്റെയും കാര്യങ്ങളും ഒന്നും അവിടെ ഇടുന്നില്ല. അത് കംപ്ലീറ്റ് വേറൊരു സെഗ്മെൻ്റ് ആയിട്ടാണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ വാട്സപ്പ് വഴി നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതാണ് ഏറ്റവും, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഏറ്റവും ലാഭകരം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഞാൻ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വേണ്ടിയിട്ട് ഒരാൾ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെ അല്ലായിരുന്നു. ഇപ്പോൾ ഓരോ ദിവസവും എൻ്റെ അടുത്ത് ചാറ്റ് ചെയ്യുന്ന ഓരോ ആൾക്കാരായിരുന്നു. അപ്പോൾ ആ ഒരു കണ്ടിന്യൂറ്റി മിസ്സാവും. ഇപ്പോൾ ഒരു ദിവസം ഞാൻ പർച്ചേസ് ഇപ്പോൾ ഹെൽമെറ്റ് പർച്ചേസ്, പിറ്റേ ദിവസം വരുമ്പോൾ എല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് 3 തവണ അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ഡെലിവറി അഡ്രസ്സ് ഞാൻ 3 തവണ ഒരേ മെസ്സേജ് തന്നെ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്പർ ചോദിച്ചു, എൻ്റെ പേര് ചോദിച്ചു. ഇതൊക്കെ 3 തവണ വെച്ചിട്ട് ഞാൻ ചെയ്യുകയാണ്, ബിക്കോസ് 3 ആൾക്കാരുമായിട്ടാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ ആ ഒരു കണ്ടിന്യൂറ്റി മിസ്സാവുന്ന ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെ നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത്. പിന്നെ പ്രോപ്പറായിട്ട് ടൈമിങ്, ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഹോൾ പർച്ചേസ് ചെയ്യാൻ നടത്തിയത് 3 ദിവസം കൊണ്ടാണ്. ജസ്റ്റ് 3 സാധനങ്ങളോ 4 സാധനങ്ങളോ ഞാൻ മേടിച്ചിട്ടുള്ളൂ. ഹെൽമെറ്റും ഗോഗിൾസും ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ, എക്സ്ട്രാ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും സാധനങ്ങൾ ഞാൻ മേടിച്ചത് 4 ദിവസം കൊണ്ടാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. അവിടുത്തെ തിരക്ക് കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. പക്ഷേ ആസ് ആൻ ഓൺലൈൻ കസ്റ്റമർ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കൊരു ബെറ്റർ സർവീസാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടാവും, ഇതിൽ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഇത് റെസ്പോണ്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സിമിലർ എക്സ്പീരിയൻസ് ഉണ്ടായോ ഇല്ലയോ എന്ന്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് അഡ്രസ്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു തവണ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തൊരു സ്ഥാപനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊരു മൈനസ് ഉണ്ടാകുമ്പോഴും, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു മൈനസ് ഉണ്ടാകുമ്പോഴും ഞാനത് അഡ്രസ്സ് ചെയ്യേണ്ട ബാധ്യത എനിക്കുണ്ട്. ബിക്കോസ് എൻ്റെ വീഡിയോ കണ്ടിട്ട് അവർ അപ്രോച്ച് ചെയ്യുന്ന ഒരാൾക്കാരുണ്ടാവും. ഞാൻ അവരെക്കാട്ടിലും വലിയൊരു ബ്രാൻഡാണെന്നല്ല, പക്ഷേ എൻ്റെ സർക്കിളിൽ ചിലപ്പോൾ ബാൻഡിഡോസ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡിനെ കുറിച്ച് അറിഞ്ഞൂടാത്ത, അല്ലെങ്കിൽ ആ ഒരു ഷോപ്പിനെ കുറിച്ച് അറിഞ്ഞൂടാത്ത ആൾക്കാരുണ്ടാവും. അവർ ചിലപ്പോൾ എൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഞാൻ വഴിയായിരിക്കും അത് അറിയുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് എന്ന് എല്ലാവരും അറിയണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഓക്കെ, ഇതേ കേസ് തന്നെയാണ് ബൈക്കിൻ്റെ കേസിലും. ബൈക്കിന് ഇതേപോലെ എനിക്കോ എൻ്റെ ഫ്രണ്ട്സിനോ എന്തെങ്കിലും നെഗറ്റീവ് ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അത് അഡ്രസ്സ് ചെയ്യും. ബിക്കോസ് ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോസിൽ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഈ ബൈക്കിനെ.
അപ്പോൾ എന്തെങ്കിലും ഒരു മൈനസ് വരുമ്പോൾ ഇത് പുതുതായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് അത് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മസ്റ്റായിട്ട് അത് ഷെയർ ചെയ്യണം. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അതാണ് ബാൻഡിഡോസ് ഇത്തവണത്തെ ഫ്രീഡം സെയിലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം വന്നു. ഡെലിവറിയുടെ കേസും കൂടെ എനിക്കൊന്ന് പറയാനുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സമ്മർ സെയിലിൽ ഞാൻ ക്രാഷ് ഗാർഡും അതുപോലെ ഹാൻഡ് ഗാർഡും ഈ വൈസറും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത സമയത്ത് ഞാൻ 2 ആഴ്ച വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കറക്റ്റായിട്ട് പറഞ്ഞാൽ 15 ദിവസം ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 15 ഡേയ്സ് വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഈ സാധനങ്ങൾ മൊത്തം ഇവിടെ കിട്ടിയത്. പക്ഷേ ഇത്തവണ അത് ഒരാഴ്ചയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് തന്നെ സ്ലോ ആണെന്നാണ് അവർ തന്നെ എന്നോട് പറഞ്ഞത്. അവിടെ നിന്ന് കോൺടാക്ട് ചെയ്ത ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ 2 ദിവസം കൊണ്ട് എത്തേണ്ടതാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഒരാഴ്ച കൊണ്ട് എത്തി. എനിക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു. കാര്യം ഞാൻ 2 ആഴ്ച എക്സ്പെക്ട് ചെയ്തിരിക്കുകയായിരുന്നു. 2 ആഴ്ച കൊണ്ട് എത്തോളം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഒരാഴ്ച കൊണ്ട് എത്തിയപ്പോൾ ഞാൻ സന്തോഷവാനായതായിരിക്കാം. പക്ഷേ ഒരാഴ്ച കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് വന്നു കഴിഞ്ഞ എക്സ്പീരിയൻസിനെ കാട്ടിലും. സോ ആ ഒരു കേസിൽ അവർ വർക്ക് ചെയ്തു, ഇമ്പ്രൂവ് ചെയ്തു. സോ വിച്ച് ഈസ് എ ഗുഡ് തിങ്. പക്ഷേ എന്നാലും പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്യാനായിട്ട് 2 ദിവസം അവർ പറയുന്ന ആ ഒരു ക്ലെയിം ചെയ്യുന്ന 2 ദിവസം കൊണ്ട് തന്നെ എത്തിക്കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പിന്നെ DTDCയുടെ അതിൽ ആ പെഡോക് സ്റ്റാൻഡ് അവർ ഡീൽ ചെയ്തത് രണ്ടും ഒരുമിച്ച് ഷിപ്പ് ചെയ്തതാണ്. എനിക്ക് ഒന്നൊന്നായിട്ട് വരേണ്ട സിറ്റുവേഷനാണ്. പിന്നെ അവരുമായിട്ട് ഞാൻ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സമയത്തും ബൈക്കിൽ വെച്ചുകൊണ്ട് പോകാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കൊരു ഡൗട്ടുണ്ട്, ഞാൻ കാർ എടുത്തിട്ട് വരണോ? കാര്യം ഈ പെഡോക് സ്റ്റാൻഡ് ഡിസ്മാൻറ്റിൽ ചെയ്താണോ വരണേ? ഞാൻ അങ്ങനെയൊക്കെയാണ് വിചാരിച്ച് വെച്ചിരുന്നത്. ഈ ജോയിൻസ് ഉള്ള ടൈപ്പാണോ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് പെഡോക് സ്റ്റാൻഡ്, വലിയ പെഡോക് സ്റ്റാൻഡ്, എൻ്റെ കയ്യിലാണെങ്കിൽ കെട്ടാൻ കയറൊന്നുമില്ല. ഞാൻ അവസാനം അവിടെ കിടന്ന റോഡിൻ്റെ സൈഡിൽ കിടന്ന ഒരു കൈലി എടുത്ത് വെച്ച് കൈലി കീറി അതെടുത്ത് വെച്ചിട്ടാണ് ഈ കെട്ടിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയത്. എൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഞാൻ അവന്മാരുടെ അടുത്ത് പച്ച മലയാളത്തിൽ ചോദിച്ചതാണ്, ഇത് കാറ് കൊണ്ടുവരണോ, കാറിൽ കൊണ്ടുപോകാനാണോ, വലിയ പാക്കേജാണോ? ബൈക്കിൽ സുഖമായിട്ട് കൊണ്ടുപോകാമെന്ന്. എന്നിട്ട് രണ്ടാമത് ജാക്കറ്റും കാര്യങ്ങളും മേടിക്കാൻ പോയ സമയത്ത് ഇതേപോലെ വിളിച്ചു ചോദിച്ച സമയത്ത് അയ്യോ സുഖമായിട്ട് ബൈക്കിൽ കൊണ്ടുപോകും. എന്നാൽ ഞാൻ ബുദ്ധിമാനായ ഞാനത് മനസ്സിലാക്കണ്ടേ? നേരെ ചെന്നപ്പോഴത്തേക്ക് ഇവിടെ വെച്ചിട്ട് പോകാമെന്ന്. ഇത് PPF പോലും ചെയ്തിട്ടില്ല, ഇതിൽ ഫുള്ള് സ്ക്രാച്ച് ആവും. അങ്ങനെ വീണ്ടും എഗെയിൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ബാക്കിൽ വെച്ച് അതിൽ ചെറുതായിട്ട് ഇവിടെ കെട്ടിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ വീണ്ടും രണ്ടാമത്തെ പാക്കേജ് കൊണ്ടുവന്നത്. സോ DTDCയിൽ ഹൈലി ഡിസപ്പോയിൻറ്റഡ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അത്രയ്ക്ക് മോശം സർവീസായിരുന്നു DTDCയുടെ കേട്ടോ പറയുന്നത്. അപ്പോൾ ബാൻഡിഡോസിൻ്റെ മിക്സഡ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ബിക്കോസ് ആസ് ആൻ ഓൺലൈൻ കസ്റ്റമർ നിങ്ങളുടെ സൈഡിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസപ്പോയിൻമെൻറ്റ്, ബട്ട് ഓവറോൾ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗുഡ് എക്സ്പീരിയൻസ് എന്ന് പറയേണ്ടി വരും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ആ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു പുതിയ ചാനൽ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ ചാനലെന്ന് പറയാൻ പറ്റത്തില്ല, ഏകദേശം 3 വർഷം മുന്നേ ഞാൻ തുടങ്ങിയതാണ്. അറിഞ്ഞാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ബിക്കോസ് ഞാൻ ഒരു ഡാൻസറാണ്, ഗ്രൂവീസ് ഡാൻസ് സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഡാൻസ് റിലേറ്റഡ് കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലായിരുന്നു. അതിൽ റീലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതലും, ഷോർട്സൊക്കെ ആയിരുന്നു കൂടുതലും ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി കുറേ കാര്യങ്ങൾ, അതായത് ഈ ഡാൻസ് ജേർണിയിലെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താമെന്നുള്ള രീതിയിൽ ഞാൻ ആ ചാനൽ കുറച്ചുകൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താണ് ആ ചാനലിൻ്റെ പേര് സാവിറ്റാർ എന്നാണ്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. അപ്പോൾ മെയിനായിട്ട് ഞാൻ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്നത് അവിടെ. അപ്പോൾ കുഞ്ഞു കുട്ടികളുടെ വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അത് ഭയങ്കര ഫണ്ണാണ്. ഈവൻ പാരൻസായിട്ടുള്ള ഇൻട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും. അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ചാനൽ ഞാനിപ്പോൾ വീണ്ടും ഒന്നും കൂടെ റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ നമ്മുടെ ചാനലിൻ്റെ കണ്ടൻറ്റിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾ ഒരുപാട് സ്നേഹം തരുന്നുണ്ട്, വീഡിയോസിനെല്ലാം നല്ല രീതിക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ കമൻറ്റ്സ്. അതെനിക്ക് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ബാൻഡിഡോസിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മറിച്ച് അഭിപ്രായമുള്ള ആൾക്കാർക്ക് അതും കമൻറ്റ് ചെയ്യാം, സെയിം അഭിപ്രായമുള്ള ആൾക്കാർക്ക് അതും പറയാം. നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആണ് അവിടുത്തെ സർവീസിലെങ്കിൽ നിങ്ങൾക്ക് അതും ലൈറ്റിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഒരുപാട് ആൾക്കാരിലേക്ക് ആ ഒരു സംഭവം എത്തും. ഓക്കെ, ഈവൻ നമ്മളിനി എത്രയൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും അവരൊരു അടിപൊളി ഒരു സെയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇവിടെ എല്ലാവരും നമ്മൾ അഭിമാനമൊക്കെ പിടിച്ചിട്ടിരിക്കുമെന്ന്. എല്ലാവരും പോയി ഇപ്പോൾ സാധനങ്ങൾ മേടിക്കും, ഈവൻ ഞാനും പോയി മേടിക്കും. ബട്ട് നമുക്ക് അവരിലേക്ക് എത്തിക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് ഔദാര്യമല്ല, നമ്മൾ കസ്റ്റമേഴ്സാണ്. സോ നമ്മൾ അത്രയും നല്ലൊരു സർവീസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അത് കിട്ടട്ടെ, അത് ഓൺലൈൻ കസ്റ്റമേഴ്സിന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. സോ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ഗൈസ്. ബൈ.